ഏറ്റവും കൂടുതൽ നമ്മൾ കണക്റ്റഡ് ആവുന്നത് അമ്മയോടാണ്. അതേപോലത്തെ ഒരു സ്നേഹമാണ് ഏഞ്ചലും നമ്മളുമായിട്ട്. ആർക്കേഞ്ചൽസ് ഉണ്ട്, ഹീലിംഗ് ഏഞ്ചൽസ് ഉണ്ട്, പിന്നെ ഏഞ്ചൽസ് ഉണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു ഏഞ്ചൽസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, കുട്ടി കുട്ടി മാലാഖമാരുടെ. അങ്ങനെ ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട്. ഏഞ്ചൽസിനോട് നമ്മൾ ആദ്യം ഒരു കാര്യം പറയുമ്പോൾ, ഏഞ്ചൽസ് ഡയറക്റ്റ്ലി ഏഞ്ചൽ ഹീലിംഗ്. മീരാജി അബാക്കിലേക്ക് സ്വാഗതം. നമസ്തേ. നമസ്തേ. എന്താണ് ഏഞ്ചൽ ഹീലിംഗ്? ഈ ഏഞ്ചൽ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പേർട്സ് ഇന്ന് മാർക്കറ്റിലുണ്ട്. ഈ ഏഞ്ചൽ ഹീലിംഗ് കൊണ്ട് സാധാരണപ്പെട്ട ആൾക്കാർക്ക് എന്താണ് ബെനിഫിറ്റ് ഒന്ന് പറയാമോ? ഏഞ്ചൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഏഞ്ചൽസിനെ കൊണ്ട് നമ്മൾ ഹീൽ ചെയ്യുന്നതാണ്. അപ്പം ഏഞ്ചൽസിനെ കൊണ്ട് എന്ന് പറയുമ്പം നമ്മൾ എല്ലാവരും ജീവിക്കുന്ന ഈ ഒരു ഭൂമിയിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട് സ്പിരിച്വാലിറ്റിയിൽ കാണുമ്പോൾ. അതിൽ നമ്മുടെ തലയ്ക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്ന ലെയറിലുള്ളതാണ് ഏഞ്ചൽസ്. ഈ ഏഞ്ചൽസ് ദൈവവുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്, അതോടൊപ്പം തന്നെ മനുഷ്യരുമായിട്ടും കണക്റ്റഡ് ആണ്. സോ എല്ലാവരും ചോദിക്കും നമുക്ക് ഡയറക്റ്റ്ലി ദൈവത്തോട് പറഞ്ഞാൽ പോരെയെന്ന്. അതുകൊണ്ടല്ല. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ആണെങ്കിലും അച്ഛനമ്മ മക്കൾ എന്നുള്ള കോൺസെപ്റ്റിൽ ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും അച്ഛനോട് ഡയറക്റ്റ്ലി പറയാൻ കുഞ്ഞുങ്ങൾക്കൊരു ധൈര്യക്കുറവ് കാണും. ഇപ്പോഴത്തെ കോൺസെപ്റ്റ് അല്ല പറയുന്നത്, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ. അപ്പം ആദ്യം ആരോടാ പറയാ? അമ്മയോട് പറയും. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞ് അമ്മ ചെന്ന് അച്ഛനോട് പറഞ്ഞ് ആ ഒരു കാര്യത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറാണ് പതിവ്. ഒരു കാറ് വാങ്ങണം എന്നായിരിക്കും പറയുണ്ടാവുക, കുട്ടി കാറ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം. അപ്പം അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോകണം എന്ന് പറയുന്നതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അമ്മയുമായിട്ട് പോകുമ്പോൾ നമുക്കൊരു ചാനൽ തുറന്നു കിട്ടുന്നു. അച്ഛൻ എന്തായാലും സമ്മതിക്കും, എന്നിരുന്നാലും അമ്മയോട് പറയാനാണ് നമ്മൾ കൂടുതൽ കംഫർട്ട് ആവുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ കണക്റ്റഡ് ആവുന്നത് അമ്മയോടാണ്. അതേപോലത്തെ ഒരു സ്നേഹമാണ് ഏഞ്ചലും നമ്മളുമായിട്ട്. ഏഞ്ചൽസിനോട് നമ്മൾ ആദ്യം ഒരു കാര്യം പറയുമ്പോൾ, ഏഞ്ചൽസ് ഡയറക്റ്റ്ലി അത് ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും പ്ലീസിങ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് തരികയും ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ കാണുന്നത്. അപ്പോൾ ഈ ഏഞ്ചൽ ഹീലിംഗ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നേരിട്ട് എനർജി എടുത്ത് നമുക്കിട്ട് പവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആക്ച്വലി ഇതിനകത്ത് ഒരു കാര്യം പറയുവാണെങ്കിൽ, നമ്മൾ ഏഞ്ചൽസ് നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മളെ കൂടെയുള്ളവരാണ്. പലപ്പോഴും കുറച്ച് വളർന്നു കഴിയുമ്പം നമ്മൾ ഇഗ്നോർ ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ മറന്നു പോകുന്നു. ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏഞ്ചൽസിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പോകുന്ന കാര്യം എന്ത് തന്നെയാണെങ്കിലും അത് സാധിച്ചു കിട്ടും. അപ്പം നമുക്ക് ഒരു എന്താ പറയുക, ആർക്കേഞ്ചൽസ് ഉണ്ട്, ഹീലിംഗ് ഏഞ്ചൽസ് ഉണ്ട്, പിന്നെ ഏഞ്ചൽസ് ഉണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു ഏഞ്ചൽസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, കുട്ടി കുട്ടി മാലാഖമാരുടെ. അങ്ങനെ ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട്. ഏഞ്ചൽസ് എന്നുള്ളത് പിന്നെ എന്താ പറയുക, പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു പേരുകളാണ്. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവിടെയുള്ള നമ്മുടെ യക്ഷന്മാർ, ദേവന്മാർ, ദേവഗണത്തിൽ പെടുന്നവർ, ഇവരെയൊക്കെയാണ് ഏഞ്ചൽസ് എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത്. അത് വെറുമൊരു കോൺസെപ്റ്റ് അല്ല, യാഥാർത്ഥ്യം തന്നെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം. അതെ, ഈ പറഞ്ഞില്ലേ, നമ്മൾ പോകുന്ന സമയത്ത് ഏഞ്ചൽസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ സാധാരണപ്പെട്ട ഒരാൾക്ക് ഇപ്പോൾ ഏഞ്ചൽസുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എന്താ വിളിക്കേണ്ടത്, അങ്ങനെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഏഞ്ചൽസ് അടുക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുണ്ടോ? ഇത് സാധാരണപ്പെട്ട ഒരാളുടെ ക്വസ്റ്റ്യൻ ആണേ. ഒരുപാട് എന്താ പറയുക, അൺകൗണ്ടബിൾ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽപ്പാണ് നമുക്ക് ഏഞ്ചൽസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പം ആർക്കേഞ്ചൽ മൈക്കിൾ, മിഖായേൽ മാലാഖ എന്ന് പറയുന്നത് ഏറ്റവും ഫെമിലിയർ ആണ്. എനിക്ക് തോന്നുന്നു കുഞ്ഞു മക്കൾ പോലും അറിയുന്നതാണ്. ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ ചേർച്ച് ഉണ്ട്, ആർക്കേഞ്ചൽ മിഖായേൽ മാലാഖയോടുള്ള പ്രയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറഞ്ഞാൽ ശക്തനാണ്. അതായത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ അടുത്ത് പറയുകയാണ്, ആർക്കേഞ്ചൽ മൈക്കിൾ പ്ലീസ് പ്രൊട്ടക്റ്റ് മീ എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ആ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. ദെൻ നമുക്ക് ഒരു കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ഒന്ന് വിളിച്ചാൽ കാതോർത്ത് നമ്മുടെ കൂടെയുണ്ട്. ഇൻ കേസ് നമ്മൾ വിളിച്ചില്ലെങ്കിൽ പോലും ഒന്ന് ഓർക്കുന്ന സമയത്ത്, വിളിക്കണമല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരാളാണ് ആർക്കേഞ്ചൽ മൈക്കിൾ. അതേപോലെ തന്നെ ഇപ്പോൾ ഹീലിങ്ങിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഓരോ ആർക്കേഞ്ചൽ, നമ്മൾ ഹീലിംഗ് ഏഞ്ചൽസ് എന്ന് പറയുന്നുണ്ട്, ആർക്കേഞ്ചൽ റഫേൽ എന്നൊന്ന് ഓർത്താൽ മതി. അപ്പം തന്നെ നമുക്ക് ആ ഒരു പ്രസൻസ് കിട്ടുകയും
നമ്മുടെ ഹീലിംഗ് എല്ലാം എത്രയും വെരി ഫാസ്റ്റായിട്ട് നടക്കുന്നത് കാണാം. അതുപോലെ നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് വിളിക്കുന്ന ആർക്കേഞ്ചൽസ് ഉണ്ട്. അങ്ങനെ ഓരോ പർട്ടിക്കുലർ പ്രോബ്ലംസിനും നമുക്ക് ഓരോ ഏഞ്ചൽസ് ഉണ്ട്. ആ ഏഞ്ചൽസിനെ നമ്മൾ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ആ ഏഞ്ചൽ നമ്മളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലവും ഇല്ല, നമുക്ക് ഒരിക്കലും ഒന്നിനും മുട്ടുണ്ടാവില്ല എന്ന് പറയില്ലേ, അതന്നെയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഏഞ്ചൽസിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഉപാസനയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക സ്ഥിരമായിട്ട് ജപിക്കേണ്ടതോ അല്ലെങ്കിൽ ശാന്തി ചെയ്യേണ്ടതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ വെറുതെ വിളിച്ചാൽ മതിയോ? ആക്ച്വലി ഇപ്പം നമ്മളൊരു വെറുതെ വിളിച്ചാലും ഏത് ദൈവമാണെങ്കിലും അടുത്തേക്ക് വരും. അൺനോൺ ആണ്, ആ ഇന്നസെൻസ് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പം ആ ഇന്നസെൻസിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ നമ്മൾ ആരെ വിളിച്ചാലും അടുത്തേക്ക് വരും. ബട്ട് നമുക്ക് ആ ഒരു പ്രത്യക്ഷത്തിൽ കിട്ടണം എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ഇൻവോക്കേഷൻസ് ഉണ്ട്, അതുപോലെ അതിന് അനുസരിച്ചുള്ള കോഴ്സസും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു കാര്യത്തിനും പ്രോസ്പെറിറ്റിക്കോ അബൻഡൻസിനോ ഒന്നിനും ഒരു മുട്ടുണ്ടാവില്ല. ഇപ്പോൾ പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടൊരു ആർക്കേഞ്ചൽ ഹീലിംഗ് ഉണ്ട്. അത് ചെയ്യുകയോ അത് പഠിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന് തന്നെ പറയാം. ആ ഒരു ലെവലിലേക്ക് പോകും. അതേപോലെ തന്നെ അബൻഡൻസിൻ്റെയും പ്രോസ്പെറിറ്റിയുടെയും കാര്യങ്ങൾ, ഇപ്പം എല്ലാവരും ഫിനാൻഷ്യൽ ക്രൈസിസ് കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ്. ബട്ട് ഈ ഒരു കാര്യങ്ങൾ അവർ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചേഞ്ചസ്, അത് വിസിബിൾ ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് സാധാരണപ്പെട്ട ആൾക്ക് പഠിച്ചെടുക്കാൻ എത്ര ദിവസമാണ് വേണ്ടി വരുന്നത്? ഒരുപാട് ഡേയ്സ് ഒന്നും വരുന്നില്ല. നമുക്കൊരു 3 ഡേയ്സിൻ്റെ ക്ലാസ്സസ് കൊണ്ട് തന്നെ പഠിക്കാം. പക്ഷെ വെറുതെ പഠിച്ച് സൂക്ഷിച്ച് വെച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം അതിനനുവർത്തിക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമല്ലോ, അതെല്ലാം അതുപോലെ തന്നെ ചെയ്താൽ മാത്രമേ ഫലം ഉണ്ടാവുള്ളൂ. ചില ആളുകൾ ഞാനിത് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓടി വന്നിരുന്നത് കൊണ്ട് നത്തിങ് വിൽ ഹാപ്പൻ. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കുറേ ആൾക്കാർ വേറെ പല മൊഡാലിറ്റീസും എൻ്റെ അടുത്ത് നിന്ന് പഠിച്ചു പോവും. പഠിച്ചു പോയി കഴിഞ്ഞിട്ട് ഇവരിത് പ്രാക്ടീസ് ചെയ്യില്ല. പ്രാക്ടീസ് ചെയ്യാതെ ഇതിനകത്ത് ഫലമില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യണം, അത് ഇൻ ഡെപ്തിൽ എടുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി വിജയം കൈക്കൊള്ളും. അപ്പോൾ ഇത് ഈ പറയുന്ന ഏഞ്ചൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട പല കോഴ്സസ് മീരാജി പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? സോ ആവശ്യമുള്ളവർക്ക് മീരാജിയെ കോൺടാക്ട് ചെയ്യാം. അതിലുപരി ഈ നമ്മൾ ഈ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ് മീരാജി, അതായത് ഈ പറയുന്ന ഏഞ്ചൽസ് നമുക്ക് ദൈവങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഒരു സോഴ്സ് എന്ന് പറയുന്നുണ്ട്, ഒരു പാത്ത് എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഒരു സംഭവം, അതായത് വളരെ ഇന്നസെൻറ്റോട് കൂടി നമ്മൾ ഏഞ്ചൽസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഏഞ്ചൽസ് ഈ പറയുന്ന ദൈവങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ? ഡെഫിനറ്റ്ലി, ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ചോദിക്കുന്നത് പക്ഷേ ഇന്നസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അതായത് വേറൊരാളെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ആൻസർ കിട്ടില്ല. അത് ഡെഫിനറ്റ്ലി അത് അവർ തരില്ല. പക്ഷെ നമുക്ക് നമ്മുടെ സുഹൃതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ അബൻഡൻസിന് പ്രോസ്പെറിറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. വേറൊരാൾക്ക് വേണ്ടിയിട്ടും ചോദിക്കാം. പക്ഷെ അയാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. അയാളുടെ തിന്മയ്ക്കുള്ളതോ അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതോ ഒരു കാര്യം ചോദിച്ചാലും ഏഞ്ചൽസിൻ്റെ അടുത്ത് ആൻസർ പ്രതീക്ഷിക്കരുത്. സന്തോഷം. ഈ ഏഞ്ചൽ ഹീലിംഗ് അല്ലെങ്കിൽ ഏഞ്ചലുമായിട്ട് കൂടുതൽ അറിയാന്നൊക്കെ പറയുന്ന ഒരു ബ്ലസ്ഡ് ആണ്. എല്ലാ പേർക്കും ചിലപ്പോൾ അത് എത്തിപ്പെടാൻ പറ്റണമെന്നില്ല ഈ അറിഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ എല്ലാവർക്കും അതിനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ, ഏഞ്ചൽ ഹീലിംഗ് പഠിക്കാൻ കഴിയട്ടെ. സ്വാഭാവികമായിട്ടും നല്ല ഒരു ബെറ്റർ ലൈഫ് കിട്ടുന്നതിന് വേണ്ടി നല്ല ഏഞ്ചൽസുമായിട്ട്, അത് ഒരുപാട് മൊഡാലിറ്റീസ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. സോ റൈറ്റ് ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റട്ടെ. സന്തോഷം, നന്ദി, നമസ്കാരം. താങ്ക് യു.